ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കോർപ്പറേഷൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുതിയൊരു ചാപ്റ്ററാണ്, മാനേജ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരിക്കും 4th സെമസ്റ്ററിൽ കോർപ്പറേറ്റ് റെഗുലേഷൻ അല്ലേ. ആ ബുക്കിലുണ്ടായിരുന്നു മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനി മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലേ. അവിടെ ഫങ്ഷൻസും ഉൾപ്പെടുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും എന്തുണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ആ മാനേജ്മെൻറ്റിൻ്റെയും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനും അതുപോലെ എസ്സേ ക്വസ്റ്റ്യനും വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു മാനേജ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്നാമതായി ജനറൽ ബോഡി. എന്താണ് ജനറൽ ബോഡി എന്നുള്ളത്? ഓക്കെ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി എന്താണെന്നുള്ളത്. ദെൻ അതുപോലെ എന്താണ് മാനേജിങ് കമ്മിറ്റി, എന്താണ് മാനേജിങ് കമ്മിറ്റി, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ റോൾ എന്താണ്, പവേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. ദെൻ അഡ്ഹോക്ക് കമ്മിറ്റി, മാനേജിങ് കമ്മിറ്റിയിൽ വരുന്നൊരു കമ്മിറ്റിയാണ് അഡ്ഹോക്ക് കമ്മിറ്റി. ആ കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കുന്നു. പിന്നെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് മാനേജിങ് കമ്മിറ്റി, ഒരു മാനേജിങ് കമ്മിറ്റിയുടെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ എന്തൊക്കെ ഡ്യൂട്ടീസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസാണ് ഇവർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി. ഒരു മാനേജിങ് കമ്മിറ്റിയിലെ അംഗങ്ങളെ അല്ലെങ്കിൽ അംഗങ്ങൾക്ക് എങ്ങനെയാണ് ഡിസ്ക്വാളിഫൈഡ് ആവുക എന്നുള്ളതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ജനറൽ ബോഡി, രണ്ടാമത്തത് മാനേജിങ് കമ്മിറ്റി, മൂന്നാമത്തത് അഡ്ഹോക്ക് കമ്മിറ്റി, പിന്നെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് മാനേജിങ് കമ്മിറ്റി, ദെൻ ലാസ്റ്റ് വൺ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി. ഓക്കെ, ഇനി അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, ജനറൽ ബോഡി. ഓക്കെ, സെക്ഷൻ 26(7). നമ്മൾ ഇത്രയും സെക്ഷൻ 1 മുതൽ നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ പഠിച്ചിരുന്നു, മൂന്നാമത്തെ ചാപ്റ്ററിൽ അല്ലേ, അതുവരെയുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത് ഏതാണ്, സെക്ഷൻ 27 മുതലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ജനറൽ ബോഡി എന്നുള്ളത് നമുക്ക് കേട്ട പരിചയമുണ്ടായിരിക്കും അല്ലേ. ജനറൽ ബോഡി എന്ന് പറയുന്നതാണ് സെക്ഷൻ 27 ഡീൽസ് വിത്ത് ജനറൽ ബോഡി ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, 27 അല്ലെങ്കിൽ 27. ഓക്കെ, ദെൻ ദ ജനറൽ ബോഡി ഈസ് കൺസിഡേർഡ് ആസ് ദി സുപ്രീം അതോറിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും അധികാരമുള്ള അല്ലെങ്കിൽ ഏറ്റവും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും, ജനറൽ ബോഡിയാണ്. അപ്പോൾ അവിടെ സൊസൈറ്റിയിലെ രജിസ്ട്രാറോ അല്ലെങ്കിൽ ബാക്കിയുള്ള മെമ്പർമാരോ ആരുമല്ല, ആരാണ്, സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 27, വാട്ട് ഈസ് സെക്ഷൻ 27 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ 27 ഡീൽസ് വിത്ത് ദി ജനറൽ ബോഡി ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. Okay, it is considered as the supreme authority of cooperative society. Then all members of society except nominal or associate members are entitled to attend the general body meeting. അപ്പോൾ സൊസൈറ്റിയിലെ എല്ലാ മെമ്പർമാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് ആരൊക്കെ ഒഴികെയാണ്, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് അല്ലേ. നോമിനൽ മെമ്പർമാരും അസോസിയേറ്റ് മെമ്പർമാരും ഒഴികെയുള്ള എല്ലാ മെമ്പർമാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, അല്ലെങ്കിൽ അവകാശമുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, പ്രോക്സി ഈസ് നോട്ട് അലൗഡ് ഇൻ ദി കേസ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ഇത് ആരും കൂടി നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, പ്രോക്സി അല്ലെ. ഒരു മെമ്പർക്ക് നമ്മൾ പകരം വയ്ക്കുന്ന ആളാണ് പ്രോക്സി. അപ്പോൾ ഈ ഒരു പ്രോക്സിയായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് ഒഴിവാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, മാനേജിങ് കമ്മിറ്റിയാണ്. ഓക്കെ, സെക്ഷൻ 28. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സെക്ഷൻ 28 ഡീൽസ് വിത്ത് ദി മാനേജിങ് കമ്മിറ്റി ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നമുക്ക് പറയാം
അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ആസ് പെർ സെക്ഷൻ 28, ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഫോർ എ പീരിയഡ് ഓഫ് 5 years വിത്ത് ദി ആക്ട് റൂൾസ് ആൻഡ് ബൈലോ. അപ്പോൾ ആസ് പെർ സെക്ഷൻ 28 സബ്സെക്ഷൻ 1 പ്രകാരം എന്താണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി എന്ത് രൂപീകരിക്കുന്നുണ്ട്? ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഫോർ എ പീരിയഡ് ഓഫ് 5 years. അപ്പോൾ 5 വർഷത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. എന്താണ്? വിത്ത് ദി ആക്ട് റൂൾസ് ആൻഡ് ബൈലോ. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ട് പ്രകാരവും റൂൾ പ്രകാരവും ബൈലോ പ്രകാരം എന്താണ്, ഒരു 5 വർഷ കാലാവധിക്ക് വേണ്ടി ഒരു കമ്മിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്? രൂപീകരിക്കുന്നുണ്ട്. ജനറൽ ബോഡിയിൽ നിന്നും ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ഷാൾ നോട്ട് എക്സീഡ് 15. ഓക്കെ, അപ്പോൾ ഒരു കമ്മിറ്റിയിൽ എത്രയാണ്? മാക്സിമം എത്രയാണ്? 15. മാക്സിമം മെമ്പേഴ്സ് ഷാൾ നോട്ട് എക്സീഡ് 15 കൂടാൻ പാടില്ല. മിനിമം നോട്ട് ലെസ് ദാൻ 7. മിനിമം എന്താണ്? 7 ആവാനും പാടില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റീസ് അല്ലേ. എന്നാൽ 25 ഇൻ അതർ സൊസൈറ്റീസ്. അപ്പം വരുന്നതാണ് ബാക്കിയുള്ള കേസ് എന്നാണ് അതർ സൊസൈറ്റീസിൽ വരുന്നത് 25 അംഗങ്ങളാണെന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇൻ ദി കേസ് ഓഫ് ഫെഡറൽ സൊസൈറ്റീസ് ദ കമ്മിറ്റി ദർ ഷാൾ നോട്ട് എക്സീഡ് 25% ഓഫ് ഇറ്റ്സ് ടോട്ടൽ മെമ്പേഴ്സ് ഇൻ ദി സൊസൈറ്റി. അപ്പോൾ ഈ ഒരു മാനേജിങ് കമ്മിറ്റിയിൽ ഫെഡറൽ സൊസൈറ്റി ആണെങ്കിൽ ആ കമ്മിറ്റിയിൽ എന്ത് കൂടാൻ പാടില്ല? 25% കൂടാൻ പാടില്ല. ഓക്കെ, ടോട്ടൽ മെമ്പർമാരുടെ എണ്ണത്തിൻ്റെ 25% എന്ത് ചെയ്യാൻ കഴിയില്ല? കൂടാൻ പാടില്ല എന്നുള്ളതാണ് മാനേജിങ് കമ്മിറ്റിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 28 ഡീൽസ് വിത്ത് ദി മാനേജിങ് കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. പിന്നെ മാക്സിമം നമ്പർ എന്ന് പറയുന്നതാണ് ഷാൽ നോട്ട് എക്സീഡ് 15 ആണ്. മിനിമം എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 7 ആണ്. അത് എന്തിൻ്റെ കേസിലാണ്? ഇൻ ദി കേസ് ഓഫ് പ്രൈമറി ആൻഡ് 25 ഇൻ അതർ സൊസൈറ്റീസ്. പിന്നെ ഫെഡറൽ സൊസൈറ്റി ആണെങ്കിൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല? 25% കൂടാനും പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്ഹോക്ക് കമ്മിറ്റിയാണ്. ഓക്കെ, അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, അതായത് നമ്മൾ സൊസൈറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണം? ആ സൊസൈറ്റി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന വരെ നമുക്ക് എന്ത് ചെയ്യണം? കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലേ. അതിനുള്ള കമ്മിറ്റിയാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്തായാലും നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്. ഇൻ ദി കേസ് ഓഫ് എ ന്യൂ സൊസൈറ്റി ദ പേഴ്സൺ ഹു ഹാവ് സൈൻഡ് ദി ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ എ സൊസൈറ്റി മേ അപ്പോയിൻറ്റ് എ കമ്മിറ്റി ടു കണ്ടക്ട് ദി അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൊസൈറ്റി രൂപീകരിക്കുകയാണ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സൊസൈറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റി മേ അപ്പോയിൻറ്റ് എ കമ്മിറ്റി എന്തിനാണ്? ടു കണ്ടക്ട് ദി അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ എന്താണ്? ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ടു കണ്ടക്ട് ദി അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ അഫയേഴ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ഈസ് നോൺ ആസ് അഡ്ഹോക്ക് കമ്മിറ്റി. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ പീരിയഡ് ഓഫ് ദി കമ്മിറ്റി ഈസ് 3 months. അപ്പോൾ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള മാക്സിമം ടൈം എന്ന് പറയുന്നത് 3 മാസമാണ്. ഓക്കെ, ആ 3 മാസം വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ രജിസ്ട്രേഷൻ്റെ വരെ ചെയ്യാനുള്ള കമ്മിറ്റിയാണ് ഈ അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2 മാർക്കിന് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് അഡ്ഹോക്ക് കമ്മിറ്റി എന്നുള്ളത്. അപ്പോൾ ഇതൊരു എന്ത് കമ്മിറ്റിയാണ്? ഒരു ടെമ്പററി കമ്മിറ്റിയാണ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയാണ്? ടു കണ്ടക്ട് ദി അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി ബിഫോർ ദി രജിസ്ട്രേഷൻ അല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് മുമ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ രൂപീകരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം 3 മാസം കാലാവധിയാണ് ഒരു അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഉള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ടോപ്പിക്ക് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് മാനേജിങ് കമ്മിറ്റി. ഓക്കെ, ഒരു മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ എം സിയുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഒരു മാനേജിങ് കമ്മിറ്റിക്ക് ഉള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമതായി പറയുന്ന നോക്ക് ടു കംപ്ലൈ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദി അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലേ. മെമ്പർമാരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് എന്ത് ചെയ്യണം? കംപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക, അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി നമ്മൾ എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് മെമ്പറാക്കി ചേർക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ എന്ത് ചെയ്യണം? അനുസരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ദെൻ രണ്ടാമത്
ടു എക്സാം ദ രജിസ്റ്റർ ഓഫ് എ ക്ലാസ് മെമ്പേഴ്സ്. ഇനി എക്സാം ചെയ്യാണ്, പരിശോധന നടത്തുന്നതാണ്. എന്താണ്? ദ രജിസ്റ്റർ ഓഫ് എ ക്ലാസ് മെമ്പേഴ്സ്. ക്യാപിറ്റലാണ്. എ ക്ലാസ് മെമ്പർമാരുടെ രജിസ്റ്ററുകൾ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. നമുക്ക് എ ക്ലാസ് ഉണ്ട്, ബി ക്ലാസ് ഉണ്ട്, സി ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലെ എ ക്ലാസ് മെമ്പർമാരുടെ രജിസ്റ്ററുകൾ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഡ്യൂട്ടി. നെക്സ്റ്റ്, ടു ഇഷ്യൂ ഐഡൻറ്റി കാർഡ് ടു എ ക്ലാസ് മെമ്പേഴ്സ്. ഇനി എന്ത് ചെയ്യണം? എ ക്ലാസ് മെമ്പർമാർക്ക് എന്ത് ഇഷ്യൂ ചെയ്യണം? ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, നോർമലല്ല, അവിടെ എ ക്ലാസ് മെമ്പർ എന്നുള്ള പദവിയിലുള്ള ആ ഒരു ഐഡൻറ്റി കാർഡാണ് ഇതിൻ്റെ ഇഷ്യൂ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ആയിട്ട്, ടു കംപ്ലൈ പ്രൊവിഷൻസ് റിഗാർഡിങ് ദി റെസിഗ്നേഷൻ ഓഫ് മെമ്പേഴ്സ്. നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ? ഇവിടെ അത് അഡ്മിഷനാണ്, ഇത് റെസിഗ്നേഷനാണ്. അപ്പോൾ റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മെമ്പറുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന് നോക്ക്, ടു ഡിസൈഡ് ഓൺ ദി പ്രൊവിഷൻസ് റിഗാർഡിങ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർസ്. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഷെയറുകളുണ്ട് അല്ലെ, ഈ ഷെയറുകൾ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതോ അല്ലെങ്കിൽ വിഡ്രോവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ എന്ത് ചെയ്യണം? തീരുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനുള്ള എന്താണ് പ്രൊവിഷൻസുകൾ എന്ത് ചെയ്യണം? തീരുമാനിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. ദെൻ ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഫോർ എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എക്സ്പൾഷൻ അല്ലേ, ഒരു മെമ്പറെ നമ്മൾ പുറത്താക്കുകയാണ്. അപ്പം അങ്ങനെ ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ, അതിന് കൃത്യമായിട്ട് നടപടികൾ എന്ത് ചെയ്യണം? എടുക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ ദി എക്സ്പൾഷൻ ഓഫ് മെമ്പർ. ഒരു മെമ്പറെ എക്സ്പൾ ചെയ്യാനുള്ള ആവശ്യമായ നടപടികൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. ദെൻ ഇനി അടുത്തതായി പറയുന്നത്, ടു അറേഞ്ച് ആക്ടിവിറ്റീസ് ഫോർ മൊബിലൈസിങ് റിസോഴ്സ് ഓഫ് ദി സൊസൈറ്റി. ഇനി സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അല്ലെ, ഫണ്ട് റിസോഴ്സുകളുണ്ട്. അപ്പോൾ ഈ ഫണ്ട് റിസോഴ്സുകൾ എന്ത് ചെയ്യണം? മൊബിലൈസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റുകൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടു അറേഞ്ച് ചെയ്യുക. എന്താണ്? ആക്ടിവിറ്റീസ് ഫോർ മൊബിലൈസിങ് റിസോഴ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ ഫണ്ട് റിസോഴ്സ് അല്ലെങ്കിൽ റിസോഴ്സുകൾ എന്ത് ചെയ്യണം? മൊബിലൈസ് ചെയ്യാനുള്ള ആവശ്യമായ നടപടികൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ടു പ്രിപ്പയർ സബ് ബൈലോ ഫോർ അഡ്വാൻസസ് ഡെപ്പോസിറ്റ് ആൻഡ് ഫണ്ട്. ഇനി സബ് ബൈലോ തയ്യാറാക്കുകയാണ്. എന്തിനാണ്? ഫോർ അഡ്വാൻസസ് ഡെപ്പോസിറ്റ് ആൻഡ് ഫണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അഡ്വാൻസ് ലോണാണ്, ഡെപ്പോസിറ്റ് ഫണ്ട് തുടങ്ങിയവയ്ക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യണം? സബ് ബൈലോ തയ്യാറാക്കുക എന്നുള്ളത് മറ്റൊരു ഡ്യൂട്ടി. മൂന്നാമത്തെ, ടു ഇവാലുവേറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് മാച്ച് വിത്ത് ബഡ്ജറ്റ്. ഇനി ഒരു വർഷത്തിലുണ്ടായിട്ടുള്ള മുഴുവൻ എക്സ്പെൻഡിച്ചറുകൾ എന്ത് ചെയ്യണം? അത് ഇവാലുവേറ്റ് ചെയ്യുകയും അതുപോലെ ആ വർഷത്തോട് നമ്മൾ മുന്നേ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റുമായിട്ട് എന്ത് ചെയ്യണം? താരതമ്യം ചെയ്ത് നോക്കാനും കൂടിയാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ടു പ്രിപ്പയർ സബ് റൂൾസ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് ആൻഡ് സർവീസ് കണ്ടീഷൻസ് ഓഫ് ദി എംപ്ലോയി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു എംപ്ലോയി നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ല, എന്തൊക്കെയാണ് അത്, സാലറി, അതുപോലെ അവിടെ അലവൻസുകൾ തുടങ്ങിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ആവശ്യമായിട്ടുള്ള സബ് റൂൾ എന്ത് ചെയ്യണം? തയ്യാറാക്കുക എന്നുള്ളതാണ് മറ്റൊരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ടു ഇൻട്രൊഡ്യൂസ് ആക്ടിവിറ്റീസ് ഫോർ അവോയ്ഡിങ് ഡിസ്ക്രിമിനേറ്ററി റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ്. ഇനി എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ്? ആക്ടിവിറ്റീസ് ഫോർ അവോയ്ഡിങ് ഡിസ്ക്രിമിനേറ്ററി റിലേഷൻഷിപ്പ് എമംഗ് ദി മെമ്പേഴ്സ്. ആ മെമ്പർമാർ തമ്മിൽ എന്താണ്? ഡിസ്ക്രിമിനേറ്ററി റിലേഷൻഷിപ്പൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിവേചനപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എന്താണ്? ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ എന്ത് ചെയ്യണം? കൊണ്ടുവരിക എന്നുള്ള ഡ്യൂട്ടി ആർക്കാണ്? മാനേജിങ് കമ്മിറ്റിക്കാണ്. ദെൻ ടു അറേഞ്ച് ഫോർ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് ആൻഡ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇനി അറേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ് അറേഞ്ച് ചെയ്യുന്നത്? ഫോർ സേഫ് കസ്റ്റഡി അല്ലെ, കസ്റ്റഡി വെക്കാൻ അറേഞ്ച് ചെയ്യാണ്. എന്താണ്? വാല്യുബിൾസ് ആൻഡ് ടാഞ്ചിബിൾ തിങ്സ്, വിലപിടിപ്പുള്ള വസ്തുക്കളും അതുപോലെ ടാഞ്ചിബിൾ അസറ്റുകളൊക്കെ സേഫ് കസ്റ്റഡി വയ്ക്കാനുള്ള അറേഞ്ച്മെൻറ്റുകൾ നടത്തി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ടു അറേഞ്ച് ഫോർ ദി റിസീപ്റ്റ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫോർ ദി കമ്മിങ് ഇയേഴ്സ്. ഇനി അറേഞ്ച് ചെയ്യാണ്. എന്താണ്? ഫോർ റിസീപ്റ്റ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ്. നമ്മുടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാവും അല്ലെ, അതുപോലെ റിസീപ്റ്റ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ട് എന്തിനു വേണ്ടിയാണ്? നോക്ക്, ഫോർ ദി കമ്മിങ് ഇയേഴ്സ്. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസീപ്റ്റ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ട് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ഫംഗ്ഷനായിട്ട് പറയുന്നത്, ടു അറേഞ്ച് ഫോർ പ്രോപ്പർ
കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. ഇനി ഓഡിറ്റ് എന്ത് ചെയ്യണം, കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക. ദെൻ ടു അറേഞ്ച് അഫിലിയേഷൻ ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ സബ്സ്ക്രിപ്ഷൻ, അഫിലിയേഷൻ തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുള്ള അറേഞ്ച്മെൻ്റാണ്. അടുത്തത് അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ എന്ത് ചെയ്യണം, നടത്തി കൊടുക്കുക. ദെൻ ടു ഒബ്റ്റെയിൻ അപ്രൂവൽ ഫ്രം ദി രജിസ്ട്രാർ ഫോർ ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ്. ഇനി എന്ത് ചെയ്യണം, അപ്രൂവൽ വാങ്ങണം. എവിടെ നിന്നാണ്? രജിസ്ട്രാറിൽ നിന്നും എന്ത് സ്വീകരിക്കണം, അപ്രൂവൽ സ്വീകരിക്കണം അല്ലെങ്കിൽ നേടണം. എന്തിനു വേണ്ടിയാണ്? ഫോർ ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ്. അപ്പോൾ പുതിയ ബ്രാഞ്ചുകളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായുള്ള അപ്രൂവൽ ആരുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതുണ്ട്? രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ, ടു ഇവാലുവേറ്റ് ദി വർക്കിംഗ് ഓഫ് ദി കമ്മിറ്റി. ഇനി കമ്മിറ്റിയുടെ വർക്കിങ്ങിനെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറേ കമ്മിറ്റികളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഡ്യൂട്ടികൾ എന്താണ്? ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ടു കൺവീൻ ജനറൽ ബോഡി മീറ്റിംഗ് ടു മെമ്പേഴ്സ്. ഇനി ജനറൽ ബോഡി മീറ്റിംഗ് എല്ലാ അംഗങ്ങളെയും എന്ത് ചെയ്യണം, അറിയിക്കാനാണ്. ഓക്കെ, ദെൻ ടു ഒബ്റ്റെയിൻ അപ്രൂവൽ ഫ്രം ദി രജിസ്ട്രാർ ഓൺ കീപ്പിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇനി ഓരോ സൊസൈറ്റിയിലും എത്ര കയ്യിൽ എന്താണ് സൂക്ഷിക്കണം എന്നുള്ളൊരു കണക്കുണ്ട്. അപ്പോൾ ഒബ്റ്റെയിൻ അപ്രൂവൽ ഫ്രം ദി രജിസ്ട്രാർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൊസൈറ്റിയിലേക്ക് എത്രത്തോളം നമ്മൾ ക്യാഷിൻ്റെ ബാങ്ക് ഉണ്ടാവും. അപ്പോൾ സൊസൈറ്റിയിൽ നമുക്ക് എത്രത്തോളം ക്യാഷ് കയ്യിൽ വെക്കാം എന്നതിൻ്റെ ഒരു അപ്രൂവൽ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട്? രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ഫങ്ഷൻസായി പറയുന്നത്. ഓക്കെ, ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ ഇത്രയും ഒരു മാനേജിങ് കമ്മിറ്റിക്കുള്ള ഫങ്ഷൻസാണ് ഇത്രയും ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ്. ഒരു മാനേജിങ് കമ്മിറ്റി മെമ്പർമാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അയോഗ്യതകൾ എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മെമ്പർ അയോഗ്യരായി മാറുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. ഒന്നാമതായി പറയുന്നത്, ഹി ഷുഡ് നോട്ട് ബി കമ്മിറ്റി മെമ്പർ ഓഫ് അനദർ സൊസൈറ്റി. അതായത് ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിൽ മാത്രമേ എന്താൻ കഴിയുള്ളൂ, കോർപ്പറേറ്റ് സൊസൈറ്റി മെമ്പർ ആവാൻ വഴിയുള്ളൂ. ഓർ സെയിം ഓർ ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സൊസൈറ്റികളിലോ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ കമ്മിറ്റി മെമ്പർ ആവാൻ പാടില്ല. അപ്പോൾ ഒരു നേരം ഒരു സൊസൈറ്റിയിൽ മാത്രമേ ഇയാൾക്ക് എന്താവുള്ളൂ, മെമ്പർ ആവാൻ പാടുകയുള്ളതാണ്. അങ്ങനെ ആവുകയാണെങ്കിൽ എന്തായിരിക്കും, അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫൈഡ് ആകും. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു സൊസൈറ്റിയിൽ മെമ്പറാണ്, എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ സൊസൈറ്റിയിൽ കമ്മിറ്റി മെമ്പർ ആവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് പറയുന്നത്, ഇഫ് ഹീ ഈസ് എ നിയർ റിലേറ്റീവ് ഓഫ് പെയ്ഡ് എംപ്ലോയി. അതായത് അവിടെ സ്ഥാപനത്തിൽ ജീവനക്കാരുടെ നിയർ റിലേറ്റീവ്, ഒന്നെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ മകനോ മകളോ അങ്ങനെയുള്ള എന്താവാൻ പാടില്ല, റിലേറ്റീവ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ഇഫ് ഹീസ് ആൻ ഡിഫോൾട്ട് ടു എനി സൊസൈറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് ടേക്കൺ ലോൺ. ഇനി ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ട് അതിൽ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ആ മെമ്പർ എന്തായിരിക്കും, മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പർ ആവാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. ദെൻ ഇഫ് ഹി ഹാസ് ബീൻ സെൻറ്റൻസ്ഡ് ഇൻ എനി ക്രിമിനൽ ഒഫൻസ് ബൈ കോമ്പീറ്റൻറ്റ് കോർട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ എന്താണ്, ഏതെങ്കിലും കോടതി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കോർട്ട് എന്താണ്, അതേ ക്രിമിനൽ ഒഫൻസിന്, കുറ്റകൃത്യങ്ങൾക്ക് എന്താണ് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ്, മാനേജിങ് കമ്മിറ്റി മെമ്പർക്കുള്ള ഡിസ്ക്വാളിഫിക്കേഷനാണ്. പിന്നെ ഇഫ് ഹീസ് എംപ്ലോയിഡ് ആസ് എ ലീഗൽ അഡ്വൈസർ. ഇനി സൊസൈറ്റിയുടെ ലീഗൽ അഡ്വൈസർ ആയ വ്യക്തിക്കും എന്താണ്, മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പർ ആവാൻ പാടില്ല. അദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ട്, എന്താണ്, ലീഗൽ അഡ്വൈസർ. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ എന്താക്കില്ല, മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പർ ആക്കില്ല എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ, ഇഫ് ഹി ഈസ് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി. ഇനി സൊസൈറ്റിയുടെ പെയ്ഡ് എംപ്ലോയി ആകാൻ പാടില്ല. ഓക്കെ, അവിടെ കുറേ ജീവനക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ മെമ്പർമാരല്ലാത്ത ജീവനക്കാരുണ്ടാവും. ആ ജീവനക്കാരനെയും എന്താക്കാൻ പറ്റില്ല, കമ്മിറ്റിയിൽ മെമ്പറാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എംപ്ലോയിയും പറ്റില്ല, എംപ്ലോയിയുടെ റിലേറ്റീവ്സിനെയും പറ്റില്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, ഇഫ് ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ഓർ മൈനർ ഓർ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാവാൻ പാടില്ല,
അൺസൗണ്ട് മൈൻഡ് അല്ലേ, മൈനർ അല്ലെങ്കിൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അപ്പോൾ ഇങ്ങനെയുള്ള അംഗങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പർ ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഇഫ് ഹീസ് അൺഡിസ്ചാർജ്ഡ് ബാങ്ക്രപ്റ്റ്. അപ്പോൾ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താണ് ബാങ്ക്രപ്റ്റായി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കടം വീട്ടാനൊന്നും കഴിവില്ലാതെ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കോടതി ഒരു വ്യക്തിയെ കണക്കാക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്തെങ്കിലും കഴിയില്ല, മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പറാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇഫ് ഈസ് കമ്മിറ്റി മെമ്പർ ഓഫ് ദി കമ്മിറ്റി സപ്രസ്ഡ് വിത്തിൻ 1 year, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഒരു കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, കമ്മിറ്റിയിൽ നിന്നും ഒരു വർഷത്തിനുള്ളിൽ പുറത്താക്കിയിട്ടാണെങ്കിൽ, സെയിം കമ്മിറ്റി അല്ല മറ്റേതെങ്കിലും സൊസൈറ്റിയിൽ നിന്നോ പുറത്താക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ കഴിയില്ല, കമ്മിറ്റി മെമ്പറാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദെൻ ഹി ഹാസ് ബീൻ സർചാർജ്ഡ് ആസ് പെർ സെക്ഷൻ 68 പ്രകാരം സർചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സർചാർജ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യില്ല, കമ്മിറ്റി മെമ്പറാക്കി മാറ്റില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഓരോരുത്തരും എന്താവരുത് എന്താവണം എന്നുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇനി നമുക്ക് അടുത്ത ഭാഗം എടുക്കാനുള്ളത് ഇലക്ഷനും അതുപോലെ സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.